ഹായ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് 5 ഹെയർ കെയർ ടിപ്സ് നോക്കാം കേട്ടോ. നമ്മുടെ തലയിലെ താരം പോവാനും മുടി നല്ലോണം വളരുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് ഏതാണ്. അതായത് ഡ്രൈ സ്കാൽപ്പാണോ, ഓയിലി സ്കാൽപ്പാണോ, കോമ്പിനേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ബഡ്സ് എടുത്തിട്ട് ഞാനിവിടെ നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റോളം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ബഡ്സ് ഒന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ലോണം എണ്ണമയവും ചെളിയും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഓയിലി എഫക്റ്റേ ഉള്ളൂ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡ്രൈ സ്കാൽപ്പാണ്. പിന്നെ മീഡിയം സ്കാൽപ്പ് ഉള്ളവർക്ക് ഏകദേശം ഒരു മീഡിയം ലെവലിലേക്ക് ആ ഓയിൽ കണ്ടൻറ്റ് അതിൽ തങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് മനസ്സിലാക്കാം. ഇനി തലയിൽ താരനുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു കറുത്ത കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. അന്നേരം നമ്മൾ ഡ്രൈ സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ ഈ വെള്ള പൊടി പോലെയൊക്കെ അതിലോട്ട് പറ്റി പിടിക്കണ കാണാം. അങ്ങനെ ഉണ്ടെന്ന് ഇത് നമ്മുടെ തലയിലുള്ള ഡെഡായിട്ടുള്ള സ്കിൻസാണ്. അത് ആക്ച്വലി താരനല്ല. കൂടാതെ നമ്മുടെ പൊടിയും ചെളിയും വിയർപ്പും എല്ലാം കൂടി അടിഞ്ഞാണ് പിന്നീട് താരനുണ്ടാകുന്നത്. അത് വളരെ വ്യാപിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. ഞാനിവിടെ നല്ലോണം റബ്ബ് ചെയ്ത് നോക്കും കേട്ടോ. നമ്മുടെ നഖം വെച്ചൊന്നും റബ്ബ് ചെയ്യരുത്. നമ്മുടെ തലയിൽ സ്ക്രാച്ചസ് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രൈ സ്കാൽപ്പിലെ താരൻ അങ്ങനെ ഉണ്ടാവുന്നത്. ഓയിലി സ്കാൽപ്പിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലേക്സ് പോലെയൊക്കെ ഈ പൊറ്റം പോലെയൊക്കെ പൊളിഞ്ഞുള്ള രീതിയിലായിരിക്കും കാണുന്നത്. ചിലരുടെ തലയിലുണ്ട് ഡ്രൈ സ്കാൽപ്പായിരിക്കും, പക്ഷേ തലയുടെ ചില ഭാഗങ്ങളിൽ ഇത്തിരി ഓയിൽ കണ്ടൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടിയതുകൊണ്ട് ഈ പൊടിയും വിയർപ്പും ഒക്കെ കൂടെ അവിടെ അടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ ഫ്ലെക്സ് ആയിട്ട് ആ ഒരു പോർഷനിൽ മാത്രം കാണും. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ കൈയുടെ ഈ വിരലുകൾ ഉപയോഗിച്ചിട്ട് തലയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ റൗണ്ടിലായിട്ട് കാണുന്നതാണ് ഈ ഫ്ലെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലോണം സെർച്ച് ചെയ്ത് നോക്കുക. ഈ താരൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാനിവിടെ ഒരു ഹോം റെമഡിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബുഷുകൾ, അതായത് സ്ക്രഞ്ചീസ്, അങ്ങനെ എന്തൊക്കെ നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കുന്നുണ്ടോ ആ ആക്സസറീസ് എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്ത് നല്ലോണം സോപ്പ് ഉപയോഗിച്ചോ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ കിടക്കുന്ന പില്ലോയ്, ബെഡ്ഷീറ്റ്, ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. പില്ലോസൊക്കെ നല്ലോണം വാഷ് ചെയ്തോ വെയിലത്തിട്ട് ഉണക്കിയോ ഒക്കെ ഉപയോഗിക്കണം. താരം പോകാൻ വേണ്ടി ചെയ്യേണ്ട ആദ്യത്തെ ഹോം റെമഡിയാണ് ഒരു മുട്ട എടുക്കുക. മുട്ടയുടെ വെള്ളയാട്ടോ എടുക്കേണ്ടത്. ഞാനിവിടെ പൊട്ടിച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ ഒരു 2-3 സ്പൂണ് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലോണം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണോ അത് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക കേട്ടോ. ഒരു 10-20 മിനിറ്റോളം ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതും പാരബൻ ഫ്രീ ആയിട്ടുള്ളതും ഉപയോഗിക്കണം കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹെയർ ഓയിലാണ്. ഇത് പ്രിപ്പയർ ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് പോയി കാണാം കേട്ടോ. എന്നിട്ട് ഇനി രണ്ടാമത്തെ റെമഡി പറയാം. താരനുള്ളവർ തലയിൽ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയുടെ നീര് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഇത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മുടെ തലയിലൊന്ന് തൊട്ടിങ്ങനെ കൊടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. മൂന്നാമത്തെ റെമഡിയാണ് നാരങ്ങാനീര്. ഈ നാരങ്ങാനീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ ആയിട്ട് എണ്ണ തൊട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ പാക്ക് ഉണ്ടല്ലോ, ഈ മുട്ടയുടെ വെള്ളയും എണ്ണയും ഞാൻ ഉപയോഗിച്ചിട്ടില്ലേ, അതിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞെടുത്തും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നാലാമതായിട്ട് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, അത് ഒരു 3-4 തണ്ട് പറിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക. നല്ലോണം തിളപ്പിക്കണം. ഒരു 10 മിനിറ്റോളം തിളപ്പിച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങുന്ന രീതിയിലേക്ക് തിളപ്പിക്കുക. എന്നിട്ട് ഇത് ആറാൻ വയ്ക്കുക. ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ തല നല്ലോണം കഴുകി. ഇതിലൊക്കെ ധാരാളം ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ തലയിലുണ്ടാകുന്ന ഈ ഫംഗൽ ഗ്രോത്തിനെയും ഡാൻഡ്രഫിനെയും ഒക്കെ നല്ലോണം പ്രിവെൻറ്റ് ചെയ്യും. പുതുതായിട്ട് നമ്മൾ എന്ത് ഹെയർ കെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുക. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അലർജീസോ ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന്.
പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം കോംബ് ചെയ്ത് കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും 2 നേരവും കറക്റ്റായിട്ട് കോംബ് ചെയ്യുക. ഇത്തിരി പല്ല അകലത്തിലുള്ള ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടി 2 സൈഡിലോട്ടും വകഞ്ഞ് മാറ്റിയിട്ട് നല്ലോണം കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുറത്ത് പോകുന്നവരൊക്കെയാണ്, അതുകൊണ്ട് മാക്സിമം പൊടിയും ഒന്നും നമ്മുടെ തലയിലോട്ട് പറ്റാതെ ഒരു ഷോൾ ഉപയോഗിച്ചൊക്കെ ഒന്ന് കവർ ചെയ്യാനൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ